സ്പീക്കർ സാർ ഒരു സംശയം സാർ. പറയൂ. എന്താ ഇന്ന് നമുക്ക് ഇവിടെ എന്നാ പരിപാടി? ഇന്നോ? ഇന്നേ കുറച്ച് കക്കാർച്ചയും കപ്പയും മേടിച്ച് വാഴയിലെ പൊതിഞ്ഞ് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു തീരുമാനമായി. തന്റെ മണ്ഡലം ഏതാന്ന് മനസ്സിലായത് എനിക്ക്. തന്റെ മണ്ഡലം ഏതാന്ന് ഇതുവരെ മനസ്സിലായത് എനിക്ക്. അവിടെ ഇരി. ആവശ്യമില്ലാതെ. ശ്യാമല്ലേ പറയൂ. ഒരു മിനിറ്റ് സാർ, ഞാന് ഇവിടെ വരാൻ വേണ്ടി ഈ എയർപോർട്ടിൽ നിന്ന് ഒരുപാട് സമയമെടുത്തു സാർ. അതാണ് സാർ ഇത് കള്ളമാണ് സാർ. ഇത് കള്ളമാണിത്. ഈ പറഞ്ഞ സമയം മതിയായിരുന്നു ഇവിടെ എത്താൻ. ഈ പറഞ്ഞ സമയം മതിയായിരുന്നു ഇവിടെ എത്താൻ. അതാണ് പറയൂ. എന്താ സാർ, വളരെ ഏറെ വേദനയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കേരള ചരിത്രത്തിൽ ഒരു മ്ലാക്ക് പോലും MLA എന്നാ മനുഷ്യനാണോ MLAക്ക് മ്ലായെന്നൊക്കെയാണോ പറഞ്ഞത്? എന്താ പറയാമെന്ന് ഒരു MLAക്ക് പോലും ഇത്ര വേദനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല സാർ. എന്താണ് വേദന? എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അനാശാസ്യ പ്രമേയം എത്രയും പെട്ടെന്ന് പാസ്സാക്കി തന്നെ. എന്റെ അനാശാസ്യ പ്രമേയം പാസ്സാക്കി തന്നില്ലേ സാർ, ഞങ്ങളിവിടെ പ്രക്ഷോഭം ഉണ്ടാക്കും സാർ. സാർ, അനാശാസ്യമായതുകൊണ്ടാണ് നമ്മൾ അവിശ്വാസ പ്രമേയമാണ് ഞാൻ ഉദ്ദേശിച്ചത് സാർ. അതിനാണ് അനാശാസ്യം. അക്ഷരാഭ്യാസം ഇല്ല ഇനി അവിടെ ആവശ്യമില്ലാതെ. ഇനി എന്നാ പറയാനുള്ളത്? നമ്മുടെ ഈ അമ്പിളി MLAയുടെ കാര്യം കൊണ്ട് ഒന്ന് ഒരു മിനിറ്റ് അമ്പിളി MLA എഴുതി വാതുറക്കൂ. നാക്ക് നീട്ടിക്ക് ഉണ്ടല്ലോ ഇല്ലേ? അവര് സംസാരിക്കും. താൻ അതിനു വേണ്ടി മഞ്ഞുകൊള്ളുണ്ട്. അവർക്ക് അറിയാം സംസാരിക്കാൻ. മനസ്സിലായില്ലേ? ജനങ്ങളെ തെരഞ്ഞെടുത്താ. പറയൂ, എന്താ പറയാനുള്ളത്? സാർ എനിക്ക് ഒന്നും കിട്ടിയില്ല സാർ. ഒന്നും കിട്ടിയില്ല സാർ. എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല സാർ. സാർ എനിക്ക് എന്തെങ്കിലും കിട്ടണം സാർ. കിട്ടിയേ പറ്റൂ സാർ. സാർ എനിക്ക് എന്തായാലും കിട്ടണം. കിട്ടിയേ പറ്റൂ സാർ. ഹലോ, കിട്ടി സാർ. മേശിന് ഒരു കാര്യം മനസ്സിലാക്കണം. അബദ്ധം പറ്റി. ക്ഷമിക്കണം കണ്ട്രാക്കെ. സോറി, ക്ഷമിക്കണം. സ്പീക്കർ ഒരു കാര്യം മനസ്സിലാക്കണം. കണ്ട മെക്കാരനെയൊക്കെ പിടിച്ച് MLA ആക്കി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ കേരളത്തിൽ റെയിൽ പദ്ധതി എങ്ങനെങ്കിലും കൊണ്ടുവരണം സാർ. അല്ല, അങ്ങനെയാണെങ്കിൽ ആറന്മുള വിമാനത്താവളം അതെങ്കിലും നടപ്പിലാക്കണം സാർ. അങ്ങനെയാണെങ്കിൽ ഈ ഇടുക്കിയിൽ റെയിൽപാത കൊണ്ടുവരണം. അതിന് നമ്മുടെ MLA-മാരുടെ ശമ്പളം കൂട്ടണം. ആർക്കും ഇങ്ങനെ ഉണ്ടാക്കണ്ടേ, വലിക്കത്തേ ഉള്ളൂ. എനിക്ക് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് സാർ. നമ്മുടെ കേരളത്തിൽ മാന്യമായി ഓടുന്ന ഏതെങ്കിലും ട്രെയിൻ ഉണ്ടോ സാർ? ഉണ്ടോ? ലോകമാന്യത്തിലെ മാന്യമായിട്ട് ഓടുന്നു. പറഞ്ഞു വിടാവോ? ഇത് ഇപ്പൊ ഈ മാന്യത്തില് എന്റെ കാര്യം പറഞ്ഞ ഈ MLAയുടെ ഒരു തെളിവുണ്ട്. എന്റെ തെളിവാണുള്ളത്. തെളിവെന്ന് പറഞ്ഞാൽ സാറേ, തെളിവെന്ന് പറഞ്ഞാലേ പറയൂ. ഞാൻ ഈ തെളിവ് കുറെ നാളായിട്ട് ശേഖരിക്കുന്നതാണ്. അതിനാണ് എനിക്ക് അതിന്റെ കാണിച്ചു കൊടുക്കാൻ എനിക്കറിയാം. കാണിക്കൂ. അല്ല, അത് കാണിക്കോ? അല്ല, സമയം കഴിഞ്ഞു. അവിടെ പോയിരിക്കും. സാറിനല്ലേ സാർ? ഈ സാറിനാണ് സാർ. പറയൂ സാർ, ഒന്നിരിക്കാമോ സാർ? സാർ, അല്ല, ഇതൊക്കെ പെറുകിയെടുക്കാൻ സമയമെടുക്കും. പറഞ്ഞോളൂ. ഒരു മിനിറ്റ് സാർ, എനിക്കൊരു കാര്യം പറയണ്ട സാർ. പറഞ്ഞോളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ. ഈ കഴിഞ്ഞ ദിവസം ബാബു എന്ന് പറഞ്ഞൊരു പയ്യൻ മലയിടുക്കിൽ അകപ്പെടുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ആ പയ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ 40 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. പറയട്ടെ, ശ്യാം MLA ഒരു കാര്യം മനസ്സിലാക്കണം.
ഒരു മനുഷ്യന്റെ ജീവന് 4 ലക്ഷമല്ല 40 ലക്ഷം സർക്കാർ മുടക്കിയതിരിക്കും ഒരു മനുഷ്യന്റെ ജീവന് വിലയിടാനൊക്കെ സാർ ഞാൻ ഒരിക്കലും എന്നെ തെറ്റ് പറഞ്ഞതല്ല സാർ. പിന്നെ പക്ഷേ എന്റെ മണ്ഡലത്തിൽ ഇതുപോലെ സംഭവം ഉണ്ടായി സാർ. എന്താണ്? എന്റെ മണ്ഡലത്തിൽ ഏകദേശം 65-70 വയസ്സ് വരുന്ന ഒരു വൃദ്ധൻ ഇതുപോലെ മലയിടുക്കിൽ പെട്ടിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ 40 ലക്ഷം പോയിട്ട് ഒരു 4000 രൂപ പോലും എനിക്ക് കിട്ടിയില്ല സാർ. പറയൂ. ഒരു മിനിറ്റ് സാർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ആ വൃദ്ധന് 1 രൂപ പോലും മുടക്കേണ്ട കാര്യമില്ല സാർ. അതെ അതെ സാർ, കുളിസീൻ കാണാൻ മലയുടെ മുകളിൽ കയറിയിരിക്കുന്ന ആ വൃദ്ധന് നമ്മൾ എന്തിനു സാർ പൈസ മുടക്കണം? സാർ വിഷമമുണ്ട് സാർ. അത് കേട്ടില്ല, വിഷമമുണ്ട് സാർ. എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? നിങ്ങളുടെ ആരെങ്കിലും ആണോ അത്? എന്റെ അച്ഛനാണ് സാർ. അതാണ് വിഷമമുണ്ട്. എനിക്കൊരു കാര്യം പറയാം സാർ. പറയൂ ശിവദാസ് എം എൽ എ. അതായത് എനിക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സാർ എനിക്ക് പറയാനുള്ളത്. വിവാദമായ വല്ല വിഷയമാണോ? അല്ലല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 ആഴ്ചയായി സാർ. താങ്ക് യു. അപ്പൊ ഈ പെണ്ണ് കാണാൻ പോകുമ്പോൾ മാസ്ക് വേണ്ട എന്നൊരു നിയമം കൊണ്ടുവരണം സാർ. അല്ല, മാസ്ക് വെക്കുന്നത് നല്ലതല്ലേ? നമ്മളെല്ലാരും മാസ്ക് വെക്കുന്നത് നല്ലതാണ്. പക്ഷെ എനിക്ക് പറ്റിയ പോലെ പറ്റും സാർ. എന്താ? അനിയത്തിനെ കണ്ടിട്ട് ചേച്ചിയെ കെട്ടേണ്ട അവസ്ഥ വരും സാർ. അതാണ് സാർ. പ്ലീസ് അതൊന്ന് ആ നിയമം ഒന്ന് കൊണ്ടുവരണം സാർ. ശരിക്കും അബദ്ധം പറ്റിയത് അങ്ങനെ കെട്ടിയ പെണ്ണിനാണ് സാർ. ഞങ്ങൾ ആ കല്യാണത്തിന് പോയവരാണ്. ശ്യാം പറയൂ. എന്നെ നോക്കി കൂടി തോട്ടുവരാൻ കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോൾ ചെറുപടി പോലെ കുറുപടി കണ്ട് നിർത്ത്. ഞാനൊന്നും ചന്ദനായത് വള്ളംകളി നടത്തണം നിങ്ങള്. നിയമസഭ ഇനി തന്റെ ഒരു ഞാനൊന്നും പറയേണ്ടത് പറഞ്ഞേക്കാൻ ഞാൻ. അത് കിട്ടും. ശംഭു എം എൽ എ പറയൂ. സാർ ഞാൻ വളരെ സന്തോഷത്തിലാണ് സാർ. ഞങ്ങളും പറയൂ. എന്റെ മലയോര പ്രദേശമായ വയനാട് അതെ, കർഷകരൊക്കെ വളരെ സന്തോഷത്തിലാണ്. അവർക്ക് നല്ല വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം. അപ്പോ സാർ അവരുടെ സന്തോഷം എന്റെ കർഷകരായ എന്റെ ജനപ്രതിനിധികൾ എനിക്ക് തന്നത് ഒരു സംഗീതത്തിലൂടെയാണ് സാർ. അപ്പൊ ആ സംഗീതം എന്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും ഒന്ന് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ. നമുക്ക് അതൊന്ന് കേൾക്കാം. എന്റെ ഒരു സന്തോഷമാണ് സാർ. കേൾക്കാം. സാർ ഇയാളുടെ ഭരണം സഹിക്കവയാതെ അവർ ഇയാളെ തന്തയ്ക്ക് വിളിക്കുന്നതാണ് സാർ. അത് എന്നിലേക്ക് മനസ്സിലായിട്ടില്ല. ഇടയിൽ ഒരു കാര്യം സാർ. ഇവിടത്തെ കുടുക്കയിൽ നിന്ന് എന്റെ മണ്ഡലത്തിലേക്ക് കുടുക്കയിലേക്ക് ഒന്നും കിട്ടുന്നില്ല സാർ. കുടുക്കയോ? ഇവിടത്തെ കുടുക്കയെന്ന് എന്റെ മണ്ഡലത്തിലേക്ക് ഒന്നും കിട്ടുന്നില്ല സാർ. ഇവിടത്തെ ഒരു കുടുക്കുണ്ട്. ഖജനാവാണോ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ അതിന്ന് താൻ ആദ്യം തന്റെ മണ്ഡലം ഏതാണെന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് കുടുക്കയും ഖജനാവ് കേട്ടു വരാം. അവിടെ ഇരിക്കും. പാർലമെന്റ് ലോഡ് ടിക്കറ്റ് ഇലക്ട്രിക് $3. അത് വ്യക്തമാക്കണം. ഞാൻ ചോദിക്കാം, എന്തിനാ ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞ? ഞാൻ കഴിഞ്ഞ ആഴ്ച പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോണു സാർ, അതൊന്നും തെളിയിക്കാൻ വേണ്ടിട്ടാ. താൻ ഇനി അധികം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകണ്ട. എന്താ സാർ? അടുത്ത ഇലക്ഷനിൽ തനിക്ക് ആര് വോട്ട് ചെയ്യല്ലേ, ഞാൻ തോറ്റുപോകും. ഐ കിട്ട് ഓൺലി സാർ. എന്നുവെച്ചാ ഇങ്ങനൊന്നും പറയില്ലേ സാർ. അവിടെ ഇരിക്കും. തന്റെ സമയം കഴിഞ്ഞു. അവിടെ ഇരിക്കും. സമയം കഴിഞ്ഞു. ഇരിക്കും. വാട്ട് ഈസ് ഇൻ പോൾ ഇന്ത്യ? ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇത് ഇംഗ്ലീഷ് കോച്ചിങ് സെന്റർ അല്ല, നിയമസഭ. ഞാൻ അത് സാർ അവര് മനസ്സിലാക്കി. മൈ നെയിം ഈസ് ശ്യാം എം എൽ എ. പറയൂ. റജി എം എൽ എ ഒരു തെളിവുണ്ട് സാറിന്റെ. തെളിവുണ്ട്. വ്യക്തമാക്കും. അത് നമ്മുടെ പാർട്ടിയാണ്. നമ്മുടെ പാർട്ടി ഒന്നും വരില്ല. അടുത്ത പ്രാവശ്യം ഞാൻ അപ്പുറയായിരിക്കും. അപ്പുറം പറയാലോ എനിക്ക്. ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അത് വെറുതെ നിയമസഭ ചുമ്മാ ഇരുന്ന് തെളിവുണ്ടെന്ന് പറയരുത്. തെളിവൊക്കെ കാണിക്കും. ഞങ്ങളുടെ സത്യം പറഞ്ഞ തെളിവില്ല.